ചേർത്തലയിലെ സെബാസ്റ്റ്യന്റെ ഭാര്യ വീട്ടിലെ ഇന്നലെ ക്രൈംബ്രാഞ്ച് റെയ്ഡ് നടത്തി. ഏറ്റുമാനൂർ അതിരമ്പുഴയിലെ വെട്ടിമുകളിലെ വീട്ടിലാണ് റെയ്ഡ് നടത്തിയത്. സെബാസ്റ്റ്യൻ ഉപയോഗിക്കുന്ന ഒരു കാറ് അവിടെ ഒതുക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാറിനകത്ത് ഒരു ചുറ്റിക, ഒരു കത്തി, ഡീസൽ മണമുള്ള 20 ലിറ്ററിന്റെ ഒരു കന്നാസ്, ഒരു പേഴ്സ് എന്നിവ കണ്ടെത്തി. ഭാര്യ വീട്ടിലെ പാർക്ക് ചെയ്തിരിക്കുന്ന കാറ് ഉപയോഗിക്കുന്നതായിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ലെന്ന് സംശയമാണ്. ചേർത്തലയിലെ വീട്ടിൽ നിന്ന് കത്തിക്കരിഞ്ഞ ഒരു വാച്ചിന്റെ ഡയല് കിട്ടി. പിന്നെ ചെരുപ്പ് 2 കിട്ടിയിട്ടുണ്ട്. എന്തായാലും ജയനമ്മയുടെ മൃതദേഹ അവശിഷ്ടം ആ കോമ്പൗണ്ടിൽ തന്നെ ലഭിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അത് പുരുഷന്റെ ആണോ സ്ത്രീയുടെ ആണോ എന്ന് ഏകദേശം വ്യക്തമായിട്ടുണ്ട്. കാരണം പെൽവിക് ഗാർഡില് ആണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പെക്ടർ ഗാർഡിനും പെൽവിക് ഗാർഡിനും തമ്മിലെ തോളെല്ലും ഇടുപ്പെല്ലും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും പെട്ടെന്ന്. എന്തായാലും സെബാസ്റ്റ്യന്റെ പോലീസ് കസ്റ്റഡി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് നിസാം 7 ദിവസം കൂടെ കൊടുത്തു ഏറ്റുമാനൂരിൽ. ഏതായാലും അവിടുന്ന് കണ്ടെടുത്ത വസ്തുക്കളിലെ ഒരു കൊന്തയുണ്ടായിരുന്നു. ആ കൊന്ത ജയനമ്മയുടെ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ അവിടെ നിന്ന് ലഭിച്ച ഒരു ഹാൻഡ് ബാഗ്, അത് ജയനമ്മയുടെ ആണോ? 2 സാരികളുണ്ട്. ഏതായാലും 2 സാരി കൊടുത്ത് ഏതായാലും വരില്ല. ഒരു സാരി എങ്കിലും ജയനമ്മയുടെ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സ്ത്രീകളുടെ ചില ബ്ലൗസിന്റെ അംശങ്ങളും അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഏതായാലും ചുറ്റിക കിട്ടി. അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, കോട്ടയത്തെ ഒരു ടാക്സി ഡ്രൈവറുടെ കൊലപാതകവുമായിട്ട് സെബാസ്റ്റ്യന് ബന്ധമുണ്ട്. അത് വർഷങ്ങൾക്ക് മുമ്പാണ്. അവിടെ മുതൽ ഇയാള് ക്രൈം ചെയ്തുകൊണ്ടിരിക്കുന്നു. 51 വയസ്സിന് ശേഷം ഉള്ള 4 ക്രൈമിനെ പറ്റിയാണ് ഇപ്പം നമുക്ക് അറിവ് ലഭിച്ചത്. 4 സ്ത്രീകളെ കൊന്ന മാത്രമാണ് ഇപ്പം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇയാളെ ചെറുപ്പം കാലം തൊട്ട മുതലേ കൊന്നുകൊണ്ടിരിക്കുന്ന, മനുഷ്യരെ കൊല്ലുന്ന ഒരാളായിട്ടാണ്, ഒരു സൈക്കിക് പേഴ്സൺ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇയാൾ 17-18 വയസ്സിനുള്ളപ്പോഴാണ് കോട്ടയത്തെ ഏറ്റുമാനൂരിലുള്ള ടാക്സിക്കാരനെ കൊന്ന കേസ് ആയിട്ട് ബന്ധപ്പെട്ട് അത് തെളിയാതെ വന്നപ്പം SIT ഉണ്ടായിരുന്ന ഞാൻ ആ കേസിന്റെ അന്വേഷണം ഏറ്റെടുത്തു. അന്ന് തിരിച്ചറിഞ്ഞു 17 അല്ലെങ്കിൽ 18 അല്ലെങ്കിൽ 19 വയസ്സ് പ്രായമുള്ള വെളുത്ത് പൊക്കം കുറഞ്ഞ പാൻറ് ഷർട്ട് ഇട്ട ഒരു ചെറുപ്പക്കാരൻ. അത് ഈ സെബാസ്റ്റ്യൻ ആണെന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇയാളെ തപ്പി വളരെയധികം നാളുകൾ, വർഷങ്ങളോളം ആ കേസ് അന്വേഷിച്ചു. ഇന്നും എൻ്റെ മനസ്സിൽ നിന്ന് അത് പോകുന്നില്ല. അയാളുടെ ഒപ്പം വണ്ടി ഓടിച്ച ആ കാറുകാരനെ കൊന്നിട്ട് വണ്ടി ഓടിച്ച ആള് കറുത്ത് പൊക്കം കുറഞ്ഞ് 24-25 വയസ്സുള്ള ആളാണ്. ഇത് കണ്ടാൽ തിരിച്ചറിയുന്ന 2 പേര് ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല. 2 പേര് അന്നുണ്ടായിരുന്നു. വളരെ നാളുകൾ കണ്ടാൽ തിരിച്ചറിയുന്ന ആളുമായിട്ട് ഞാൻ കോട്ടയം ബസ് സ്റ്റാൻഡിലും പരിസരങ്ങളൊക്കെ നടന്നു. എങ്കിലും ഞാൻ ഇല്ലാത്ത സന്ദർഭത്തിൽ അയാൾ പറഞ്ഞു, ഒരു ദിവസം അയാൾ കോട്ടയം ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ടു. അയാൾ ഒരു ബസ്സിൽ കയറി, ചങ്ങനാശ്ശേരിയോ അടൂരോ ബസ്സിലാണ് കയറിപ്പോയെന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഇയാളിലേക്ക് അന്വേഷണം എത്താനുള്ള ഒരു എവിഡൻസ് ആയിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട്. ചെറുപ്പം മുതലേ ആൾക്കാരെ, മനുഷ്യരെ കൊന്ന് വരുന്ന ഒരു സൈക്കിക് പേഴ്സൺ തന്നെയാണ് ഇയാളെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ആ രീതിയിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെല്ലാം നീങ്ങണം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഇയാളുടെ ഭാര്യ വളരെ സൈലന്റ് ആയി ചില കാര്യങ്ങൾ പറയുന്നത്, ഭർത്താവ് സാത്വികനാണ്, വളരെ സ്നേഹമുള്ള പുരുഷനാണ് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അത് മനഃപൂർവ്വം പറയുന്നതാണോ, ഭർത്താവിനെ സംരക്ഷിക്കാൻ വേണ്ടി പറയുന്നതാണോ? ഈ ക്രൂരനായ ഭർത്താവിനെ പറ്റി അവർക്ക് വിവരമില്ലയോ, അല്ലെ സന്ദേഹം വന്നോ, അല്ലെ സംശയം വന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവരാരെങ്കിലും പരിശോധിക്കുന്നുണ്ടാവാം, പോലീസ് ഉദ്യോഗസ്ഥര്. എന്തായാലും അയാളുടെ ഒപ്പം സഞ്ചരിച്ച ഒരു ഓട്ടോക്കാരനുണ്ട്. ആ ഓട്ടോയിലാണ് ഈ സ്ത്രീകളെ ആ വീട്ടിൽ കയറ്റിക്കൊണ്ടുവരുന്നത്. ആ ഓട്ടോക്കാരന് ഇന്ന് ജീവിച്ചിരിപ്പില്ല. അയാൾ എങ്ങനെ മരിച്ചു എന്നും വീണ്ടും അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. അയാൾ ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. അയാളെ ചേർത്തല പോലീസ് ചോദ്യം ചെയ്ത് ഒന്ന് വീട്ടിലെത്തിക്കഴിഞ്ഞ ശേഷം അയാൾ വീട്ടിനകത്ത് തൂങ്ങി മരിച്ചു എന്നാണ് പറയുന്നത്. സെബാസ്റ്റ്യനുമായിട്ട് സഞ്ചരിച്ചിരുന്ന മറ്റൊരു ഓട്ടോക്കാരനും ഇതുപോലെ ആത്മഹത്യ ചെയ്തതായിട്ടാണ് കാണുന്നത്.
മരണങ്ങളുടെ ഒരു നൃത്തമാടുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആ വീടുകളിനുള്ളിൽ. എങ്ങനെയാണ് ഇയാൾ ആളെ കൊല്ലുന്നത്? ഞാൻ അന്നുപോലെ പറയുന്നുണ്ട് തലയ്ക്കടിച്ചായിരിക്കും എന്ന്. ഏതായാലും അതിനോടനുബന്ധിച്ച് അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചുറ്റിക ഇപ്പം കിട്ടിയിട്ടുണ്ട്. അയാൾ ഓട്ടോയിൽ ആളെ കൊണ്ട ശേഷം വീട്ടില് ചരിയിൽ കൂടെ തലയ്ക്കടിച്ച് സ്ത്രീകളെ കൊല്ലുകയാണോ എന്ന് സംശയിക്കുന്നു. അതുപോലെ ഏറ്റുമാനൂരിലെ നേരത്തെ ഒരു ടാക്സിക്കാരനെ കൊന്ന കേസ് ഇയാളെ 17-18 വയസ്സ് ചെയ്ത് എന്ന് ഞാൻ സംശയിക്കുന്ന അന്നത്തെ അയാളുടെ തലക്കിട്ടാണ് അടിച്ചിരിക്കുന്നത്. ആ മൃതശരീരം മറവ് ചെയ്യാനായിട്ട് ഇയാൾ ശ്രമിച്ചപ്പം വാഗമണ്ണിനടുത്തുള്ള ഒരു ചായക്കടക്കാരൻ അത് കാണുകയും അവിടുന്ന് കാറ് വിട്ടു പോവുകയും ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അയാള് തുടർച്ചയായി 17-18 വയസ്സ് മുതൽ കൊലപാതകം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ആരെ വേണേലും കൊല്ലുന്നതിനും തന്മയത്തമായവരെ വളച്ച് തൻ്റെ 2.5 ഏക്കർ വരുന്ന വസ്തുവിൽ കെട്ടിടത്തിൽ കൊണ്ടുവന്ന് കൊന്ന് അതിൻ്റെ എവിഡൻസ് നശിപ്പിക്കാനും അവരെ ശരീരം വെട്ടി നുറുക്കി അവിടുത്തെ മണ്ണിൽ നിക്ഷേപിക്കാനും ഇയാൾ തയ്യാറാകുന്നതിൽ നിന്ന് തെളിവ് നിയമത്തെപ്പറ്റി വളരെയധികം ഇയാൾ പഠിച്ചിരിക്കുന്നു. അത് കൊന്നു പഠിച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് ഇയാൾ ഒന്നും ഇനി വെളിപ്പെടുത്താൻ സാധ്യതയില്ല എന്ന് ഞാൻ തുടർച്ചയായിട്ട് പറയുന്നുണ്ട്. അതിനുള്ള സാധ്യത വളരെ കുറവാണ്. ഇയാൾ ഒന്നും മിണ്ടൂല. ഇയാൾക്കെതിരായിട്ടുള്ള എവിഡൻസുകൾ പോലീസ് ശേഖരിച്ച് ഇയാളെ കൊലക്കേസിലെ പ്രതിയാക്കി കുറ്റചാർജ് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. അതിലപ്പുറത്തോട്ട് സഞ്ചരിക്കാനായിട്ട് പോലീസ് ഇയാളുടെ കൺവെർഷൻ ഒരിക്കലും പ്രതീക്ഷിക്കരുത്, തരില്ല. ഇപ്പം അയാൾ ഉപയോഗിക്കുന്ന ആയുധത്തിന്റെ ചുറ്റിയും കത്തിയൊക്കെ നമ്മൾ കണ്ടെത്തുക. അതുപോലെ അന്വേഷണം മികവുറ്റതായി കഴിഞ്ഞാൽ ഇയാളുടെ കുറ്റസമ്മതത്തിന്റെ ആവശ്യമില്ല. ഇയാളെ തീർച്ചയായിട്ടും ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റിലേക്ക് പോകും എന്നാണ് ഞാൻ കരുതുന്നത്.